തിന്നിട്ട് ഞാൻ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്താൽ പോക്കാം കേട്ടാ. ഉപ്പ് മധുരം ഉണ്ടോ നോക്കട്ടെ. ഉപ്പ് ഭയങ്കര ഉപ്പ്. ഹലോ, ഒരു സംഭവം കാണിച്ചരേ. ഇതെന്താന്നറിയാ? മിറാക്കിൾ ഫ്രൂട്ട്. യെസ്. അപ്പൊ വീഡിയോസിൽ കുറേ ആൾക്കാർ കഴിച്ചിട്ട് ഇങ്ങനെ ഇതിന്റെ റിവ്യൂ ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് കഴിക്കാൻ പോകുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് ഈ കായ തന്നത് നമ്മളെ സന്ധ്യച്ചിയാണ് കേട്ടോ ഈ ഫ്രൂട്ട് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏതായാലും കഴിച്ചു നോക്കാം. അപ്പൊ ആദ്യം ഞാൻ പുളിയുള്ള സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. കയ്പയ്ക്ക് വേണേനു പക്ഷെ ഇല്ല. നാരങ്ങയും മാങ്ങയും ചിലിമ്പിക്കും എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇത് കഴിച്ചിട്ട് എന്ത് കഴിച്ചാലും മധുരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കിയാലോ. അമ്മ ഏതെങ്കിലും എടുത്തോ പുളിയുള്ള. അമ്മ എങ്ങനെയുണ്ട് അമ്മേ? ഭയങ്കര പുളിയല്ലേ? അമ്മക്ക് പുളി തട്ടിച്ചൂടാ. അപ്പൊ നമുക്ക് മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചു കഴിയുമ്പോ അമ്മേന്റെ റിയാക്ഷൻ നോക്കാം. അമ്മ ഇതൊന്ന് കഴിച്ചു നോക്കിയാ. അതിന്റെ ഉള്ളിലെ കുരു ചവക്കണ്ട, അത് വായിലിട്ടോ. അല്ല, ഇതിന്റെ മധുരല്ല അമ്മ, അത് എന്റെ ഉള്ളിലത്തെ കുരു കളാ. എന്നിട്ട് അത് കഴിക്കേ. വേഗം കഴിച്ചോ. കഴിഞ്ഞില്ലേ? ഇനി അമ്മക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും എടുത്ത് കഴിച്ചോ. നാരങ്ങയോ ചിലിമ്പിക്കയോ മാങ്ങയോ എന്തെങ്കിലും. അല്ല, അമ്മക്ക് ഇഷ്ടമുള്ള എന്തും കഴിച്ചോ. എങ്ങനെയുണ്ട്? പുളിക്കുന്നുണ്ടാ? അമ്മ പുളിന്ന് പറഞ്ഞിട്ട് കടിച്ചിട്ട് ഇങ്ങനെ പുളി ഇങ്ങനെ കാണിക്കാൻ നോക്കും. ഇതാ ഈ നാരങ്ങന്റെ കഷ്ണം എടുത്താ ചെറിയ ഇത് നോക്കിയാ. അതിന്റെ കുരു കളഞ്ഞില്ല. തന്നെ മൊത്തത്തിലിട്ട് ഇത് കയ്പക്ക കഴിച്ചാലും മധുരം എന്നാ പറഞ്ഞത്. പക്ഷെ കയ്പക്ക ഇല്ലാണ്ടായിപ്പോയി. അപ്പൊ ഞാനും ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടാ, നോക്കട്ടെ. നല്ല മധുരമുള്ള സാധനം കേട്ടാ. നമ്മളെ ആത്തിച്ചക്കേന്റെ കുരു വായിലിട്ട പോലെ അല്ലേ? ഫസ്റ്റ് ടൈം എത്തുന്നു കേട്ടാ. അപ്പൊ എന്റെ രുചി എന്താന്നും അറിയില്ല. കുരു നമ്മൾ ആത്തിച്ചക്കേന്റെ കുരു പോലെ കേട്ടാ. ചെറുനാരങ്ങ. എന്റെ മോനെ അടിപൊളി. മുസമ്പി ഇല്ലേ? എനിക്ക് മുസമ്പിന്റെ ഈ ചെറുനാരങ്ങ. ധോനി കഴിച്ചോ? കഴിക്കുന്നുണ്ടാ? കയ്പൊക്കെ കഴിച്ചാലും മധുരിക്കും പറയുന്നത്. ഞാൻ ഇത് ഒരു കൊണ്ടത്തന്നപാട് തന്നെ ഒരു മധുരവും പുളിയും കലർന്ന ഒരു ടേസ്റ്റാണ് ഇതിൻ്റെത്. അല്ലേ, ചെറിയൊരു മധുരവും. ഏകദേശം 1 മണിക്കൂറിനാ പറഞ്ഞേ. എനിക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ഫീൽ ചെയ്തു. ഇനി ഞാൻ മാങ്ങ നോക്കാം. നല്ല മധുരം. മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം അല്ലേ? പറയണ്ടേ എല്ലാം മധുരം. അതാ വെള്ളം എടുത്തിട്ട് തിന്നിട്ട് ഞാൻ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്താൽ പോക്കാം കേട്ടാ. ഉപ്പ് മധുരം ഉണ്ടോ നോക്കട്ടെ. ഉപ്പ് ഭയങ്കര ഉപ്പ്. ഇതിനകത്ത് പുളി മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നു തോന്നുന്നു കേട്ടാ. അപ്പൊ എന്തായാലും അടിപൊളി. അത് തൊലി കടിക്കുമ്പോഴുള്ള ചവർപ്പാണ്. അത് ചവർപ്പാണ്. അടിപൊളി കേട്ടോ. അപ്പൊ ഇത് ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാരും തിന്നോക്ക്. ഏത് പുളി മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നതിന്. പുളിയുള്ള സാധനം മാത്രമേ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഉപ്പ് മതിർക്കണ്ടല്ലേ. അപ്പൊ എന്തായാലും അടിപൊളി. നമ്മളെ ജാൻവിക്കുട്ടി വന്നിട്ട്. ജാൻവിക്കുട്ടി ഇങ്ങ് വാ. ജാൻവിക്കുട്ടി ഡാൻസിന് പോന്നെ കേട്ടാ. ധ്വനീനെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. വേഗം ഒന്ന് തിന്നു. ഒരു വായിലിട്ടിട്ട് ആത്തിച്ചക്കേന്റെ കുരുവില്ലേ, അത് ചവക്കുന്ന പോലെ ചവക്ക്. ഇന്ന് അനുവിനും കൊടുക്കുന്നു. കഴിക്കട്ടെ. എന്നാ രസമല്ല. കൂടി തിന്നു കഴിഞ്ഞാ അത് തിന്നു കഴിഞ്ഞു. കോച്ചോ ചെറുനാരങ്ങ കോട്ടെ. ചെറുനാരങ്ങ എടുക്കിനകത്ത് കേട്ടാ. ചെറുനാരങ്ങ എടുത്തോ. കടിച്ചു നോക്കിയാ ചെറുങ്ങനെ. തോല് കടിക്കണ്ട. എങ്ങനെയുണ്ട്? സൂപ്പറാ. അടിക്ക്, മൊത്തത്തിൽ കടിക്ക്. എങ്ങനെയുണ്ട് നോക്ക് ചെറുനാരങ്ങ.
എങ്ങനെയുണ്ട് മധുരം? അപ്പോൾ എന്തായാലും അടിപൊളിയുണ്ട് അല്ലേ? അപ്പോൾ ആർക്കും കിട്ടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഒരു മരം ഉണ്ടേനല്ലേ മേ? നമ്മൾ കൃഷിഭവൻ ഒരു ഔഷധ സസ്യത്തിൻ്റെ തൈ തന്ന കൂട്ടത്തിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ വലുതായി കുറച്ച് കായാകുന്ന സമയത്ത് വേറെന്തോ കായ വെച്ചിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ കൊത്തിക്കളഞ്ഞു. അപ്പോൾ ഇപ്പം ട്രെൻഡിങ് ആയതിനു ശേഷമാണ് അതിനെ പറ്റിയുള്ള അറിവ് വരുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഇത്. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് പുളിയുള്ള സാധനം എന്ത് കട്ടപ്പുളിയാണെങ്കിലും മധുരമായിരിക്കും, ഭയങ്കര മധുരം. അപ്പോൾ ഇതാരാ തന്നിനി? ഇവിടെ ഒരു സുഹൃത്ത് സന്ധ്യ ചേച്ചി കൊടുത്ത കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഓക്കെ, ബൈ.